കോമിക്സ് ആൻഡ് ഗ്രാഫിക് ഫിക്ഷൻ MDCയിലെ ഗൂൾസ്, ഡീമൺ സ്ലേയേഴ്സ് ആൻഡ് സോഷ്യലി ആങ്ഷ്യസ് സ്റ്റുഡൻസ് ഹൗ മാങ്ക കോൺക്വേർഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വെബ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആലിസൺ ഫ്ലഡിൻ്റെ. സോ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ദി കോമിക് കാറ്റഗറി മാങ്ക. സോ മാങ്ക എന്ന് പറയുന്നത് കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. ജാപ്പനീസ് മാങ്ക എന്നാണ് നമ്മൾ പറയുന്നത്, ബിക്കോസ് അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുമാണ്. സോ എസ്സേയുടെ ഉള്ളിലേക്ക് പോകും മുന്നേ അത് എന്താണ് മാങ്ക നോക്കിക്കഴിഞ്ഞാൽ, കോമിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽസ് ആണ് മാങ്ക എന്ന് പറയുന്നത്. ജപ്പാനിലാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. സോ ആനിമയും മാങ്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്സ് ആണ്. ഓക്കെ, ബുക്കിൽ ഉള്ളതാണ്. ആനിമ ആണെങ്കിൽ 2D ആനിമേഷൻ സ്റ്റൈലിൽ കാണുന്നതാണ് മാങ്ക എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടായി വരുന്നത്. ജാപ്പനീസ് രീതിയിലുള്ള അവരുടെ ആർട്ടിന് കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കോമിക് വർക്ക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഈ ജാപ്പനീസ് ആർട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരിക. ഇതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒന്ന് അതിൻ്റെ തന്നെ ഏകദേശം കളർ ചിത്രം വരുന്നതുമാണ്. സോ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് കണ്ടോ, ലെയർ ആയിട്ട് ബ്ലാങ്ക് സ്പേസസ് പോലും അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ലെവലിൽ നിന്നാണ്, അത്രയും തിക്കൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു കോമിക് ബുക്ക് വരിക. സോ ഇതാണ് മാങ്കാസിൻ്റെ ഒരു ഉദാഹരണം. ഇനി നമ്മുടെ ടൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു മാങ്ക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഈ ഒരു കോമിക്ക് വേൾഡിനെ എങ്ങനെ കോൺക്വർ ചെയ്തു. സോ ഇതിൽ ഗോൾസ് എന്ന് പറയുന്നത് അതൊരു ഈവിൾ സ്പിരിറ്റാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവ്സ്, അതായത് നമ്മുടെ ഈ ശവകുടീരങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പോയി റോബ് ചെയ്തിട്ട് ഡെഡ് ബോഡീസിനെ ഫീഡ് ചെയ്ത് ജീവിക്കുന്നവർ, ഡെഡ് ബോഡീസ് കഴിച്ച് ജീവിക്കുന്നവർ, ഡെഡ് ബോഡീസ് മോഷ്ടിച്ച് അത് കഴിച്ച് ജീവിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റുകളാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഡീമൺ സ്ലേയേഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ്, ഡീമൺസിനെ കൊല്ലുന്ന അതും ഒരു തരത്തിലുള്ള ഒരു ഈവിൾ സ്പിരിറ്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സോഷ്യലി ആങ്ഷ്യസ് സ്റ്റുഡൻസ്. സോ ബേസിക്കലി ജാപ്പനീസ് മാങ്കകളിൽ വരുന്ന കഥകളിലെ ക്യാരക്ടേഴ്സിനാണ് ഈ ടൈറ്റിലിൽ നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഈ ഒരു വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സിനെ കൊണ്ട് തന്നെ എങ്ങനെയാണ് മാങ്ക വേൾഡ് കോൺക്വർ ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ഈ ആർട്ടിക്കിളിനകത്ത് വരുന്നത്. സോ ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ ഹിൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആർട്ടിക്കിൾ പോകുന്നത്. ഈ ആർട്ടിക്കിൾ ഒരു കുറച്ച് അത്യാവശ്യം വലിയൊരു ആർട്ടിക്കിളാണ്. സമയമുണ്ടെങ്കിൽ ഒന്ന് ആർട്ടിക്കിൾ നോക്കുന്നത് നന്നായിരിക്കും. ഇതിനകത്ത് പറയുന്ന ഏകദേശം കുറേ മാങ്കാസിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാ പിക്ചേഴ്സും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതിൻ്റെ ഒത്തിരി വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ സബ് ഹെഡിങ്സ് പോലെ നോക്കി പോവാം. സോ ആദ്യം ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ മാങ്കയുടെ ഒരു ഗ്ലോബൽ റൈസ്, ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഹൗ ഹാസ് ദിസ്, ഇതൊരു റീജിയണൽ ടൈപ്പ് ഓഫ് ആർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ജപ്പാനിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ആർട്ട് ഫോം എങ്ങനെയാണ് പെട്ടെന്ന് വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയത്, ഫ്രം നിഷ് ടു മെയിൻ സ്ട്രീം. നിഷ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവം എങ്ങനെയാണ് മെയിൻ സ്ട്രീം ആയിട്ട് എല്ലാ ആൾക്കാരിലേക്കും അതെത്താൻ തുടങ്ങിയത്. മാങ്ക, വൺസ് എ കൾച്ചറൽ പ്രോഡക്റ്റ് മോസ്റ്റ്ലി കൺഫൈൻഡ് ടു ജപ്പാൻ, ഹാസ് നൗ എക്സ്പ്ലോർഡ് ഇൻ പോപ്പുലാരിറ്റി അക്രോസ് ദ വേൾഡ്. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇൻ ജസ്റ്റ് ദി ലാസ്റ്റ് 5 years ഇറ്റ് റീച്ച് ആൻഡ് readership have dramatically grown, particularly in English speaking countries. സോ ഈ ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ ഒത്തിരി ഒരു റീഡർഷിപ്പ് കൂടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, അതും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ളിടത്തേക്ക് ജാപ്പനീസ് മാങ്കാസ് ഒരുപാട് എത്തിപ്പെട്ടു. അങ്ങനെ വളരെ വലിയൊരു പോപ്പുലാരിറ്റി എക്സ്പ്ലോർഡ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെട്ടെന്നൊരു ബൂം ഉണ്ടായതുപോലെയാണ് സംഭവിച്ചത്. Once seen as a niche interest, manga is now a major player in the global publishing industry. ഒരു കാലത്ത് നിഷായിരുന്നു, കുറച്ച് പേരിലേക്ക് മാത്രം എത്തുന്ന ഒരു റെയർ സാധനമായിരുന്നത്. ഇപ്പോൾ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മേജർ പ്ലെയർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ട് മാങ്കാസ് മാറാൻ തുടങ്ങി, ബിക്കോസ് ഓഫ് ദി വേൾഡ് വൈഡ് റീഡർഷിപ്പ് ദാറ്റ് ഇറ്റ് ഹാസ്. ഇനി അടുത്ത് പറയുന്നത് ഫിനോമിനൽ സെയിൽസ് ഗ്രോത്ത് ഇൻ ദി UK ആൻഡ് US. സോ ജപ്പാൻ ഉണ്ട്, UK ഉണ്ട്, US ഉണ്ട്. ജപ്പാനിലെ ഒരു സാധനം എങ്ങനെയാണ് UKയിലും USAയിലും ഇത്രയും വലിയൊരു ഫിനോമിനൽ സെയിൽസ് വന്നത്. മാങ്കാസ് സെയിൽസ് ഹാവ് സോർഡ്. വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരി ഒരു പ്രോഫിറ്റിലേക്ക് മാങ്ക സെയിൽസ് പോയി. ഇൻ ദി UK കോപ്പി സോൾഡ് റോസ് ഫ്രം ദി 4,34,633 in 2012 to 1.8 million in 2022. സോ 4.5 ലക്ഷം പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നും 2012 വെറും 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് 2022 നോക്കിയപ്പോഴത്തേക്ക് 1.8 മില്യൺ സെയിൽസ് അവിടെ നടന്നിട്ടുണ്ട് ഒറ്റ വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തുമാത്രം ഒരു 10 വർഷത്തിനിടയിൽ എന്തുമാത്രം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് അവിടെ ഉണ്ടായത്.
Similarly, in the US, manga sales jumped from 9.68 million in 2020 to 25.2 million in 2021. ഇനി യു എസിൻ്റെ മാത്രം കാര്യം നോക്കുകയാണെങ്കിൽ 2020 9.6 മില്യൺ ആയിരുന്നുവെങ്കിൽ 2021 അത് 25 മില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. Manga became the fastest growing book category in the US, outpacing even popular genres like romance. ഇനി യു എസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മാങ്ക എന്ന് പറയുന്ന ഈ ഒരു ജാണർ ഓഫ് ബുക്ക് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ബുക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് വായിക്കുന്നതെന്ന് പറയുന്നത് റൊമാൻസ് ബുക്സാണ്. അതിനെപ്പോലെ മറികടന്നാണ് യു എസിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സോ അവിടെ ഓർക്കേണ്ട കാര്യം ഈ ഒരു ഇയർ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ നമ്പർ സെയിലിൻ്റെ ഈ ഒരു നമ്പറൊന്നും ഓർത്തില്ലെങ്കിലും സാരമില്ല. ഈ 2 സ്ഥലങ്ങളിൽ ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ ഒരുപാട് ഇതിൻ്റെ ഒരു പബ്ലിക്കേഷൻ കൂടി, റീഡർഷിപ്പ് കൂടി എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ പാൻഡമിക് ആക്സിലറേഷൻ, ലോക്ക്ഡൗൺ സ്പാർക്ക്ഡ് ഡിമാൻഡ്. സോ എങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഒരു റീസൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ COVID-19 പാൻഡമിക് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ബൂം. ലോക്ക്ഡൗൺസ് ഫോഴ്സ്ഡ് പീപ്പിൾ ഇൻഡോർസ് ലീഡിങ് ടു എ സ്പൈക്ക് ഇൻ ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് കൺസംഷൻ. സോ എവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2019-20 സമയത്ത് ആ COVID-19 എന്ന് പറയുന്ന പാൻഡമിക് വന്നതാണ് ഇതിനൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റായിട്ട് വരുന്നത്. ലോക്ക്ഡൗൺ സംഭവിച്ചിട്ട് ജനങ്ങളെല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു രീതിയിലേക്ക് മാറി. മെനി ടേൺ ടു ആനിമെ വിച്ച് ഓഫൻ അഡാപ്റ്റ്സ് മാങ്ക ആൻഡ് ഇൻ ടേൺ ഡിസ്കവർഡ് ദ ഒറിജിനൽ മാങ്ക സ്റ്റോറീസ്. സോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർ ഓൺലൈനായിട്ട് എന്ത് കാണാൻ തുടങ്ങി, ആനിമേസ് കാണാൻ തുടങ്ങി. ജാപ്പനീസ് ആനിമേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ കാർട്ടൂൺസ് ആയിരുന്നു. സോ ഈ ആനിമേസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്, ഈ മാങ്കാസിനെ അഡാപ്റ്റ് ചെയ്തിട്ട്. സോ ഈ വരച്ച് വെച്ചേക്കുന്ന ചിത്രങ്ങളെ ആനിമേറ്റ് ചെയ്തെടുക്കുന്ന കഥയാണ് ആനിമേ എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ബുക്ക് പ്രിൻ്റഡായിട്ട് ബുക്കിനുള്ളിലുള്ളതാണ് മാങ്കാസ്, അതിനെ തന്നെ നമ്മൾ ആനിമേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആനിമേസ്. സോ ഇപ്പോൾ നമുക്ക് ഉള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ സിനിമ ഇന്ന ബുക്കിൻ്റെ കഥയാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് വായിക്കാനുള്ളൊരു കൗതുകം തോന്നും, ഒരു ക്യൂരിയോസിറ്റി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പീപ്പിൾ സ്റ്റാർട്ടഡ് വാച്ചിങ് ആനിമേസ് ബിക്കോസ് ഓഫ് ദി ലോക്ക്ഡൗൺ ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദി ഒറിജിനൽ മാങ്ക സ്റ്റോറീസ്. ഓക്കെ ഇതിൻ്റെ കഥ ഈ ബുക്കിൽ നിന്നാണോ കഥ വന്നത്, എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായതെന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങി. Online sales of manga tripled during lockdowns, and when stores reopened, demand only increased. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓൺലൈനായിട്ട് ഈ ഒരു മാങ്ക ബുക്സൊക്കെ വാങ്ങി വായിക്കാൻ തുടങ്ങി, ഓൺലൈനായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ ഒരു 3 ഇരട്ടിയിലേക്ക് അതിൻ്റെ വിൽപ്പന മാറി തുടങ്ങി. പിന്നെ ലോക്ക്ഡൗണൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് സ്റ്റോഴ്സ് തുറന്നപ്പോഴത്തേക്കും അതിൻ്റെ ഹാർഡ് കോപ്പീസ് അതായത് പ്രിൻറ്റഡ് ബുക്സിന് സെയിൽസ് കൂടി. However, supply couldn't keep up, causing shortage that further fueled public interest. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ മാങ്കേഴ്സൊന്നും അധികം റീഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എഡിഷൻസും കുറച്ച് പബ്ലിക്കേഷൻസും ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഷോർട്ടേജ് വരാൻ തുടങ്ങി. അപ്പോൾ ഷോർട്ടേജ്, ഒരു സാധനം കിട്ടാനില്ല എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി, അയ്യോ അതെന്താ ബുക്ക് കിട്ടാനില്ലാത്ത ബുക്ക്, അത്രയ്ക്ക് വിറ്റ് തീർന്ന ബുക്കാണോ എന്ന് എനിക്കത് വായിക്കണമല്ലോ എന്നൊരു തോന്നൽ വരും. സോ ഇതും പബ്ലിക് ഇൻട്രസ്റ്റ് കൂടാനുള്ളൊരു കാരണമായി. സോ ഇത് ഇപ്പോൾ പറഞ്ഞ അത്യാവശ്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത്. പാൻഡമിക് ലോക്ക്ഡൗൺ ആണ് ഈ ഒരു ബൂം ഉണ്ടാക്കിയത്, മാങ്ക ബൂം ഉണ്ടാക്കിയത് പാൻഡമിക് ലോക്ക്ഡൗൺ ആയിരുന്നു. എങ്ങനെയാണ് മാങ്കാസിലേക്ക് എത്തിയത്, ആനിമേസ് കണ്ടിട്ട് അതിൻ്റെ ഒറിജിനൽ വേർഷൻസ് വായിക്കാനുള്ളൊരു കൗതുകം കാരണം ആണ് എത്തിയത്. വീണ്ടും അതിനെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ആനിമെ ആസ് എ ഗേറ്റ് വേ ടു മാങ്ക. Streaming services like Netflix and Amazon Prime Video offered widespread access to anime series such as Attack on Titan, Demon Slayer, My Hero Academia and Tokyo Ghoul. സോ ഇവിടെ സ്ട്രീമിംഗ് സർവീസസിനെ പറ്റിയിട്ടും ഈ വർക്ക്സിനെ പറ്റിയിട്ടും നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ വർക്കെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഏതെങ്കിലും ആനിമേസ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സും ആമസോണുമാണ് ഈ ഒരു വൈഡ് സ്പ്രെഡ് ആക്സസ് ആനിമേസിന് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ആനിമേ സീരീസിനാണ് ആക്സസ് കൊടുത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ, ഡീമൺ സ്ലെയർ, മൈ ഹീറോ അക്കാഡമിയ, ടോക്കിയോ ഗോൾ. സോ ഗൗൾസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു. These shows captivated young audience who then turned to the manga for the deeper storylines and content not yet adapted into anime. So നമ്മളൊരു കഥയുടെ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൗതുകം, ബുക്കിലുള്ള എല്ലാ സീൻസും ഇതിനകത്തുണ്ടോ,
ഏതെങ്കിലും സീൻസ് മിസ്സായി പോയിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഹാരി പോട്ടർ മൂവി കണ്ടു കഴിഞ്ഞ് ബുക്ക് എടുക്കുമ്പോഴത്തേക്കുമാണ് ഇതിങ്ങനെയായിരുന്നോ, ഈ സീൻ എന്താ അതിലില്ലാണ്ട് പോയത്. അപ്പം അങ്ങനെ അറിയേണ്ട ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ആൾക്കാർ ആനിമയായിട്ട് അഡാപ്റ്റ് ചെയ്യാത്ത സീൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മാങ്കാസ് വായിക്കാൻ തുടങ്ങി. ആസ് എ റിസൾട്ട്, ആനിമെ ആക്റ്റഡ് ആസ് എ മേജർ ഗേറ്റ് വേ ഫോർ ഗ്ലോബൽ റീഡേഴ്സ് ടു ഡിസ്കവർ ആൻഡ് സ്റ്റാർട്ട് കളക്ടിങ് മാങ്ക. സോ അതുകൊണ്ടാണ് ആനിമീസ് ഗ്ലോബൽ റീഡേഴ്സിന് മാങ്കയിലേക്ക് എത്താനുള്ളൊരു ഗേറ്റ് വേ, ഒരു പാത, ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്തു. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തന്നിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആനിമേസ് ആർ ദി ഗേറ്റ് വേസ് ടു മാങ്ക, എലാബറേറ്റ്, അല്ലെങ്കിൽ റൈറ്റ് യുവർ വ്യൂസ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. Youth appeal and changing demographics. Manga's fan base has become younger and more diverse. സോ ഫാൻ ബേസ് കുറച്ചും കൂടി പ്രായം കുറഞ്ഞ വ്യക്തികളും എന്നാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെയും കൊണ്ട് മാങ്കയുടെ ഒരു ഫാൻ ബേസ് കൂടാൻ തുടങ്ങി. ബുക്ക് സ്റ്റോഴ്സ് ആൻഡ് കോമിക് ഷോപ്സ് നൗ സീ ഗ്രൂപ്പ്സ് ഓഫ് ടീനേജേഴ്സ് ആൻഡ് സ്കൂൾ ചിൽഡ്രൻ ഈഗർ ടു പർച്ചേസ് മാങ്ക വോള്യൂംസ്. സോ മാങ്കയുടെ ഒരു ബുക്കല്ല, 10-20 ബുക്ക് അടങ്ങുന്ന വോള്യൂം തന്നെ വാങ്ങിക്കാൻ ആൾക്കാർ തിരക്ക് കൂട്ടുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ സ്കൂൾ കുട്ടികളുണ്ട്, ടീനേജ് കുട്ടികളും ഉണ്ട്. These young fans are deeply engaged and highly informed, often knowing details about the various series and their creators. സോ ഈ കുട്ടികൾ വെറുതെ മാങ്ക വാങ്ങി വായിച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല, അവർ വളരെ ഡീപ്പായിട്ട് ഇതിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെ ഓതേഴ്സിനെ പറ്റിയിട്ടും ക്രിയേറ്റേഴ്സിനെ പറ്റിയിട്ടും എല്ലാം നല്ല ധാരണയുണ്ട്. Manga's themes and characters resonate with adolescent experiences, from social anxiety to rebellion, making it highly relatable. സോ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡോളസൻ്റ് ഏജിലുള്ള ഒരു ടീനേജേഴ്സിന്, കൗമാരപ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയ ഒരാളോട് മിണ്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, കുറച്ച് ഇൻട്രോവേർട്ടിസം എന്നൊക്കെ പറയാം. അതുമുതൽ റിബല്യൻ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മൾ റിബലായിട്ട് നിൽക്കുന്നത് വരെയുള്ള അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള തീംസ് പറയുന്നുണ്ട്. ആക്ച്വലി ഇതെല്ലാം നമ്മുടെ ഈ ഒരു ചോരത്തിളപ്പും അല്ലെങ്കിൽ പുറത്തു പോകാൻ ഇഷ്ടമില്ല, സൊസൈറ്റിയിൽ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആവുന്നത് ആർക്കാണ്? ഈ ഒരു അഡോളസൻ്റ് അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന യൂത്തിനാണ് അത് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നുക. അടുത്ത പോയിന്റ്, അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ഫോർ യങ്ങർ റീഡേഴ്സ്. Manga is typically printed in black and white on inexpensive paper, which makes it more affordable than full color western graphic novels. സോ അവിടെ ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടെ വരുന്നുണ്ട്. മാങ്കാസ് ഓഫൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. ആദ്യം ഒരു പിക്ചർ കാണിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമല്ല, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പേപ്പർ, വളരെ കട്ടി കുറഞ്ഞൊരു പേപ്പറിലൊക്കെയാണ് ഇത് പ്രിൻ്റഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഗ്രാഫിക് നോവൽസിൽ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും കളർഫുള്ളായിട്ടുള്ള വെസ്റ്റേൺ ഗ്രാഫിക് നോവൽസിനേക്കാളും റേറ്റ് കുറവാണ് മാങ്കാസിന് വരുന്നത്. സോ ദിസ് അഫോർഡബിലിറ്റി മീൻസ് ടീൻസ് ക്യാൻ ബൈ മോർ വിത്ത് ലിമിറ്റഡ് പോക്കറ്റ് മണി, എൻകറേജിങ് ബിഞ്ച് റീഡിങ് ആൻഡ് കളക്ടിങ്. സോ അതുകൊണ്ട് തന്നെ വാട്ട് എവർ ദ പോക്കറ്റ് മണി ഈസ്, അവർക്ക് അതിന് ഒരു 2 അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗ്രാഫിക് നോവൽ വാങ്ങുന്ന സമയത്ത് ഒരു 10 വോള്യൂം ഓഫ് ജാപ്പനീസ് മാങ്കാസ് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് ബിഞ്ച് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വായിച്ച് തീർക്കാൻ പറ്റും ഫുൾ വോള്യൂം. മാത്രമല്ല അത് കളക്ട് ചെയ്യുക, ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മങ്ക കളക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കും കുട്ടികളെ മാറാൻ തുടങ്ങി. സോ ഈ ഒരു അഫോർഡബിലിറ്റിയും യങ് റീഡേഴ്സിൻ്റെ ഇടയിൽ ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വൈഡ് റേഞ്ച് ഓഫ് ജോൺറസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽസ്. Manga spans countless genres catering to every taste. സോ ഇതിന് നമ്മുടെ ആർട്ടിക്കിളിനകത്ത് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കുറേ നമുക്ക് ജോൺറസ് ഉണ്ട് അല്ലെങ്കിൽ കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ആക്ഷൻ, ഫാൻറ്റസി. സോ ഫാൻറ്റസി ഉണ്ട്, അതിനകത്ത് തന്നെ ആക്ഷനും വരുന്നുണ്ട്. ഡീമൺ സ്ലേയർ, ജുജുത്സു കൈസെൻ, ചെയിൻസോ മാൻ എന്നൊക്കെ പറയുന്നത് ആക്ഷൻ ഫാൻറ്റസിയിൽ വരുന്ന വർക്ക്സ് ആണ്, മാങ്കാസ് ആണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ തന്നേക്കുന്നതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, പിക്ചേഴ്സ് വരെ കൊടുത്തിട്ടുണ്ട്. സോ മേ ബി ഏതെങ്കിലും ഒരു വർക്ക് തന്നിട്ട് ഇതേത് ജോൺറയിൽ വരുന്നതാണെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇപ്പോൾ പെട്ടെന്ന് തന്നേക്കുന്ന ജുജുത്സു കൈസൻ എന്ന് പറയുന്നത് ഏത് ജോൺറയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മേ ബി നെയിം എ ഫാൻറ്റസി ജാപ്പനീസ് മാങ്ക, അല്ലെങ്കിൽ നെയിം എ ഹൊറർ മാങ്ക എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റണം 1 വേർഡിൽ. അടുത്തൊരു കാറ്റഗറിയാണ് റൊമാൻസ് ആൻഡ് ഹൈസ്കൂൾ ഡ്രാമ, കോമിക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്, ഷൗജോ ടൈറ്റിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ദെൻ ഹൊററിൽ വരുന്നത് ഡെത്ത് നോട്ട്, ടോക്കിയോ ഗൗൾ. ദെൻ LGBTQ+ തീംസ്, ക്യൂർ തീംസ് വരുന്നുണ്ട്. ബോയ്സ് റൺ ദി റയറ്റ്, മൈ ലെസ്ബിയൻ എക്സ്പീരിയൻസ് വിത്ത് ലോൺലിനെസ്, സ്ലൈസ് ഓഫ് ലൈഫ് ഫോർ ലിറ്റററി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏടകൾ എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സാണ്. പിങ് പോങ്, മൈ റൂംമേറ്റ് ഈസ് എ ക്യാറ്റ്. ഫുഡ് ആൻഡ് കോമഡിയിൽ വരുന്നതാണ് ഫുഡ് വാസ്. ഇസെക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് വേൾഡ് സീരീസ് വെയർ ക്യാരക്ടേഴ്സ് ആർ റീബോൺ ഇൻ ഫാൻറ്റസി വേൾഡ്സ് ഓഫൻ ഇൻസ്പയർഡ് ബൈ വീഡിയോ ഗെയിംസ്. സോ ഇതിൽ ഇസെക്കൈ എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് നോക്കി വയ്ക്കുക. ആ വേർഡ്, അതിൻ്റെ മീനിങ് എന്താണ്, ഓൾട്ടർനേറ്റീവ് വേൾഡ്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ക്യാരക്ടർ മരിക്കുവാണെങ്കിൽ വേറൊരു ഫാൻറ്റസി വേൾഡിൽ പോയിട്ട് അവിടുത്തെ പ്രതിസന്ധികൾ നേരിടുന്ന ലെവലിൽ വരുന്ന കഥകൾ. സോ ഇതൊക്കെ വളരെ റിച്ച് ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സായിട്ട് ഇത്രയും ടൈപ്പിൽ കിട്ടും. നമുക്ക് സാധാരണ ഒരു കാർട്ടൂൺ എന്ന് വിചാരിക്കുന്നത് പോലെ അല്ല, അതിനും അപ്പുറത്തേക്ക് ഒത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഈവൻ ഈ പ്ലോട്ടുകൾ തന്നെ അമ്യൂസിങ് കൈൻഡ് ഓഫ് പ്ലോട്ട്സാണ്. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ഭയങ്കര ഒരു ബ്രോഡർ റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു ദാൻ മെനി വെസ്റ്റേൺ കോമിക്സ്. വെസ്റ്റേൺ കോമിക്സിന് മിക്കപ്പോഴും എന്ത് മാത്രമേ ഉള്ളൂ, സൂപ്പർ ഹീറോസ് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, പല ഇത്രയും ടൈപ്പിൽ തന്നെ കാണുന്നുണ്ട്. ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു കൗതുകവും വായിക്കാൻ ഇഷ്ടവും കൂടുതലാണ്. Then social media and community sharing. Platforms like TikTok have been instrumental in manga's rise. So അടുത്ത വേറൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വിത്ത് ഹാഷ്ടാഗ്സ് ലൈക്ക് മാങ്ക ടോക്ക്. മാങ്ക ടോക്ക് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിന് 523 മില്യൺ വ്യൂസ് ഉണ്ട്. യങ് റീഡേഴ്സ് റെക്കമെൻഡ് സീരീസ്, ഷോ ഓഫ് ദെയർ കളക്ഷൻ ആൻഡ് എൻഗേജ് ഇൻ ഡിസ്കഷൻസ്, ക്രിയേറ്റിംഗ് എ വൈബ്രൻറ്റ് ഓൺലൈൻ മാങ്ക കമ്മ്യൂണിറ്റി. സോ മാങ്കയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് ഇതും ഒരു റീസണാണ്. ഇത്രയും ആൾക്കാർ അവർ വായിച്ചതിനെ പറ്റിയിട്ട് പറയുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു, അവരുടെ കളക്ഷൻസ് ഷോ ഓഫ് ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോഴേക്കും എല്ലാവർക്കും വീണ്ടും വായിച്ചിട്ട് അവർക്കും ഇതുപോലെ പിക്ചേഴ്സ് ഇടാനും തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് എന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മാങ്ക ടോക്ക് എന്നാണ് അവരുടെ ഒരു ഹാഷ്ടാഗ് തന്നെ പറയുന്നത്. സോ ഇപ്പോൾ 3-4 റീസൺസ് പറഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയും മാങ്കയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് റീസൺ ആവുന്നുണ്ട്. ദെൻ ക്രിയേറ്റീവ് കൺസിസ്റ്റൻസി ആൻഡ് ആർട്ടിസ്റ്റിക് വിഷൻ. Unlike American comics, which are often created by rotating teams of writers and artists, most manga series are created by a single author or a small team. This gives manga a consistent narrative and visual style throughout its run, something fans appreciate. Series like One Piece, created by Ichiro Oda, have maintained their unique voice and vision for decades. ഇനി വെസ്റ്റേൺ കോമിക്സിനെയും നമ്മുടെ ജാപ്പനീസ് മാങ്കയുടെയും ഒരു പ്രധാന ഒരു കമ്പാരിസണായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സീരീസ് ഉണ്ടെങ്കിലും മാങ്കാസ് ചെയ്യുന്നത് ഒരേ ടീം തന്നെ ആയിരിക്കും. സോ ആദ്യത്തെ വോള്യൂം ക്രിയേറ്റ് ചെയ്തത് ആരാണോ അയാൾ തന്നെയായിരിക്കും ഇതിനൊരു 50ാമത്തെ വോള്യൂം ഉണ്ടെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ നമ്മുടെ വെസ്റ്റേൺ കോമിക്സ് അല്ലെങ്കിൽ അമേരിക്കൻ കോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വോള്യൂം ചെയ്ത ആളാവില്ല അടുത്ത വോള്യൂം ചെയ്യുക. എൻ്റെ ഒരു ടീമിനെ തന്നെ അവർ മാറ്റിക്കളയും. സോ ആ ഒരു കൺസിസ്റ്റൻസി, ഇതിലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരാൾ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഫ്ലേവർ, അത് നഷ്ടപ്പെട്ടു പോകുന്നത് വെസ്റ്റേൺ കോമിക്സിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ അമേരിക്കൻ കോമിക്സിൽ അത് കാണാറുണ്ട്. ജാപ്പനീസ് മാങ്കാസ് ആണെങ്കിൽ എത്ര വോള്യൂം ഉണ്ടെങ്കിലും ഒരേ ക്രിയേറ്റർ തന്നെയാണ് അത് റൺ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഫാൻസിന് ആ ഒരു സന്തോഷമുണ്ട്. സോ എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വന്നു കഴിഞ്ഞാൽ മറ്റേതാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പറയാം മേക്കേഴ്സ് മാറിയോണ്ടാണ്, ആ ഒരു മേക്കർ വന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് വൺ പീസ്, അതിൻ്റെ ക്രിയേറ്ററിൻ്റെ പേര് ഒന്ന് നോക്കി വയ്ക്കുക. ഡെക്കേഡ്സ്, പതിറ്റാണ്ടുകളോളം ഈ ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് വോള്യൂവും ജനങ്ങളിലേക്ക് എത്തിച്ചത്. സോ ഒരു ക്രിയേറ്റീവ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. Then publisher strategies and selectivity. In the past, Western publishers flooded shelves with low-quality manga translations which saturated the market. Today, they are more selective, focusing on quality translations and culturally relevant stories. Publishers like Viz Media and Titan Manga carefully curate titles, ensuring a better reading experience. So, നേരത്തെ ഈ പറയുന്ന ഒരു പാൻഡമിക്കിന് മുന്നേ ആയിരുന്നെങ്കിൽ വെസ്റ്റേൺ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ മാങ്കയുടെയൊക്കെ ലോ ക്വാളിറ്റി ട്രാൻസ്ലേഷൻസ്, അതായത് ഒന്നും നോക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ട്രാൻസ്ലേഷൻ കാട്ടിക്കൂട്ടി വെക്കുന്ന ലെവലിനുള്ള ട്രാൻസ്ലേഷൻസ് ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വിറ്റ് പോകാണ്ട് അതവിടെ കിടക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തതിന് ശേഷം പബ്ലിഷേഴ്സ് വളരെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ട്രാൻസ്ലേഷൻസ് ജാപ്പനീസ് അറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആക്കിയിട്ട് നമ്മുടെ കൾച്ചറിലേക്ക് ആ ഒരു കഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും ആ ഒരു ലെവലിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്
കഥകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിന് 2 പബ്ലിഷേഴ്സുണ്ട്, വിസ് മീഡിയയും ടൈറ്റൻ മാങ്കയും. ഇവർ വളരെ കൃത്യമായിട്ട് കെയർഫുള്ളായിട്ടാണ് ഒരു നല്ല റീഡിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്ലേഷൻസ് ചെയ്ത് ആൾക്കാരിലേക്ക് അത് എത്തിച്ചത്. സോ ഇതും ഒരു റീസണാണ്. നല്ല ക്വാളിറ്റി ട്രാൻസ്ലേഷൻസ് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഈവൻ ദോ വി ഡോണ്ട് നോ ജാപ്പനീസ്, നമുക്ക് അതിൻ്റെ ഡയലോഗ്സ് വായിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ട്രാൻസ്ലേഷൻസ് തന്നെ ലഭിക്കാൻ തുടങ്ങി. Titan manga and Western publishers entering the scene. Major Western publishers have recognized manga's popularity and are now investing in it. Titan Comics launched Titan Manga, starting with Atom the Beginning based on the legendary Astro Boy. So Astro Boy എന്ന് പറയുന്നൊരു വർക്കിനെ വെച്ചിട്ടാണ് ടൈറ്റൻ കോമിക്സ് തന്നെ ടൈറ്റൻ മാങ്ക എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പബ്ലിഷിംഗ് ഹൗസ് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു മാങ്ക പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയതാണ്. ഒരുപാട് ബാക്കി അതർ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ആറ്റം ദ ബിഗിനിങ് എന്ന് പറയുന്നതാണ് ടൈറ്റൻ മാങ്ക ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വർക്ക് മാങ്ക എന്ന് പറയുന്നത്. അത് ആസ്ട്രോ ബോയ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി വർക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദ ഓൾസോ റിലീസ്ഡ് യുക്കോ എ ക്രൈം ത്രില്ലർ മാംഗോ ബൈ എൽഡോ യോഷിമിസോ. സോ ഈ നെയിംസൊക്കെ കുറച്ചൊന്ന് എനിക്ക് തോന്നുന്നു ഇത് കാണുന്നതും വായിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. എനിക്കത്ര അങ്ങോട്ട് ഫ്ലുവൻ്റ് അല്ല ഞാൻ ഇതിൽ. സോ ഈ ഒരു ക്രൈം ത്രില്ലറും ഉണ്ട്. സോ നേരത്തെ പറഞ്ഞതിനകത്ത് ആക്ഷൻ സീരീസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്രൈം ത്രില്ലർ എല്ലാ രീതിയിലുള്ള എല്ലാ ഡൈവേഴ്സിഫൈഡ് കാറ്റഗറീസും നമുക്കിനകത്ത് കാണാൻ പറ്റും. These adaptations and original titles reflect the serious commitment to the manga market. സോ ഇവരുടെ ടൈറ്റിൽസ് ആവട്ടെ ഇവരുടെ കഥ കൊണ്ടുപോകാനുള്ള ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വളരെ മെച്യൂർ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസാണ് ഇവർ മുന്നോട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Then there is this general acceptance and cultural shift. Earlier generations of Western parents often discouraged reading comics. Today many parents are comic fans themselves and encourage their children to read manga. This change in attitude, combined with greater availability of anime and manga, has normalized comics as legitimate reading material even in education settings. സോ അടുത്ത് സംഭവിച്ചൊരു പോപ്പുലാരിറ്റിയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് പാരൻസ് കുട്ടികൾ എപ്പോഴും ഈ കാർട്ടൂൺസ് വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മങ്കാസ് വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറയുന്നത് മാറിയിട്ട് പാരൻസ് തന്നെ ഇപ്പോൾ മാങ്ക ഫാൻസാണ്. സോ അവരും വായിക്കാൻ തുടങ്ങി, കുട്ടികളെ വായിക്കാൻ എൻകറേജ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. കൂടുതൽ പറയുവാണെങ്കിൽ ഈവൻ ഇൻ ദ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് വി ഹാവ് മാങ്കാസ് ടു സ്റ്റഡി. ഇപ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്നില്ലേ, ആ ഒരു രീതിയിലേക്ക് എത്രത്തോളം മങ്കാസ് ഉയരാൻ തുടങ്ങി. ദെൻ മങ്കാസ് ലിറ്റററി റെസ്പെക്ട് ഇൻ Japan and France. Countries like Japan and France have long treated manga and comics as serious literature. The West is now beginning to follow suit. Comics and manga are increasingly accepted as meaningful storytelling mediums, not just entertainment for children. So ജപ്പാനിലും ഫ്രാൻസിലും എല്ലാം നേരത്തെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മാങ്കേനെ റെസ്പെക്റ്റോടുകൂടി തന്നെ കാണുന്നുണ്ടായിരുന്നു, ഒരു ആർട്ട് ഫോമായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളും ബാക്കിയുള്ള വേൾഡ് കൺട്രീസും ആ ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇതൊരു നല്ലൊരു പവർഫുൾ സ്റ്റോറി ടെല്ലിങ് മീഡിയമാണ്, ആർട്ടാണ് എന്നൊരു രീതിയിലേക്ക് മാങ്കയ്ക്കൊരു റൈസ് കിട്ടി തുടങ്ങി. ദെൻ ദർ ഇസ് ദിസ് ഓവറോൾ കോമിക് ബുക്ക് ബൂം. The surge in manga popularity is part of a larger trend in graphic storytelling. In the UK, total comic sales grew from 2.3 million in 2019 to 3.2 million in 2021. സോ ഒരു മില്യൺ തന്നെ വ്യത്യാസം നമുക്ക് 2-3 വർഷത്തിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ചു. മാങ്ക മേ ബി ലീഡിങ് ദി ചാർജ്, ബട്ട് ദി എൻറ്റയർ കോമിക് സെക്ടർ ഈസ് എക്സ്പീരിയൻസ് എ കൾച്ചറൽ റിവൈവൽ. സോ ഒരു കൾച്ചറൽ റിവൈവൽ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക കോമിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ട് തന്നെ ഒരുപാട് മുന്നോട്ട് വരാൻ തുടങ്ങി. മാങ്കയാണ് അതിൻ്റെ ഒരു ലീഡറായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാങ്കാസാണ്. ഇനി കൺക്ലൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മാങ്ക ഹാസ് ഗോൺ ഫ്രം ബീങ് എ നിഷ് ഇൻട്രസ്റ്റ് ടു എ മെയിൻ സ്ട്രീം ഗ്ലോബൽ ഫിനോമിനൻ. ഇറ്റ്സ് റിച്ച് ജേണേഴ്സ്, അഫോർഡബിലിറ്റി, റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഫ്രം ആനിമെ ഹാവ് മെയ്ഡ് ഇറ്റ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് യൂത്ത് കൾച്ചർ ടുഡേ. ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സാണ് ആ പറഞ്ഞിരിക്കുന്നതെല്ലാം. With more volumes, adaptations and new readers every day, its presence in bookstores, classrooms and pop culture is only growing. ഇനി ഒന്ന് ജസ്റ്റ് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ മാങ്ക എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ബാക്കി പറഞ്ഞത്. അതിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ടാവാൻ കാരണം പാൻഡമിക്കിൻ്റെ കാര്യമാവട്ടെ, റീഡർഷിപ്പ്, അഫോർഡബിലിറ്റി, അതിൻ്റെ റിച്ച് ജോണേഴ്സ് അല്ലെങ്കിൽ വേരിയസ് കാറ്റഗറീസ് പറഞ്ഞു, റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു,
പിന്നെ അതിൻ്റെ ഒരു സെയിൽ മാറിയതിനെ പറ്റി പറയുന്നുണ്ട്. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് മാറിയതിനെ പറ്റിയിട്ടും വേൾഡിലെ ബാക്കി എല്ലാ കൺട്രികളും അനിമെ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമായിട്ട്, അനിമെ അല്ല, മാങ്ക എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ അനിമയുടെ റോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ആർട്ടിക്കിൾ. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കുക. വാട്ട് ഈസ് മാങ്ക? വിച്ച് 2 countries have seen the biggest growth in manga sales recently? Name one anime series that helped popularize manga globally. 4 എണ്ണത്തിൻ്റെ പേര് നമ്മളവിടെ പറയുന്നുണ്ടായിരുന്നു, അതിലേതെങ്കിലും ഒന്ന് മതി. വാട്ട് വാസ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി COVID-19 ലോക്ക്ഡൗൺസ് ഓൺ മാങ്ക സെയിൽസ്? വാട്ട് ഡസ് ദ #, manga talk represent? Why is manga generally more affordable than Western comics? Who created One Piece? Name one Western publisher that has recently invested in manga. Mention one manga title that includes LGBTQ+ themes. What genre does Food Wars represent? ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഹൗ ഡിഡ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇൻഫ്ലുവൻസ് മാങ്കാസ് ഗ്ലോബൽ പോപ്പുലാരിറ്റി? ഇൻ വാട്ട് വേസ് ഡിഡ് ദ പാൻഡമിക് കോൺട്രിബ്യൂട്ട് ടു ദ റൈസ് ഓഫ് മാങ്ക റീഡർഷിപ്പ്? ഹൗ ഇസ് മാങ്ക ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കൻ കോമിക്സ് ഇൻ ടേംസ് ഓഫ് ഓതർഷിപ്പ്? ഇവിടെ ഓതർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും മതി, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. What makes manga appealing to young readers today? How do social media platforms like TikTok support the manga community? What are some genres found in manga that go beyond traditional superhero themes? Why is manga considered a serious form of literature in Japan and France? What strategy have Western publishers adopted to improve manga publishing? Explain the role of anime in increasing the popularity of manga worldwide. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്പെസിഫിക് സീരീസ്, പ്ലാറ്റ്ഫോംസ്, പിന്നെ എങ്ങനെയാണ് ഒറിജിനൽ മാങ്കയിലേക്ക് തിരികെ പോകുന്നത് എന്നുള്ളതും. ഡിസ്ക്രൈബ് ഹൗ ദി COVID-19 പാൻഡമിക് ആക്സലറേറ്റഡ് മാങ്കാസ് ഗ്ലോബൽ റൈസ്. ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ദി അപ്പീൽ ഓഫ് മാങ്ക ടു യങ്ങർ ഓഡിയൻസ്. ഹൗ ഹാവ് വെസ്റ്റേൺ പബ്ലിഷേഴ്സ് ചേഞ്ച്ഡ് ദെയർ അപ്രോച്ച് ടു മാങ്ക ഓവർ ദ ഇയേഴ്സ്? Summarize the cultural shift that has led to wider acceptance of manga in the West. Trace the journey of manga from being a niche Japanese art form to a global publishing powerhouse. Discuss the variety of genres in manga and how this diversity contributed to its global appeal. Evaluate the role of youth, social media and publishing strategies in ട്രാൻസ്ഫോമിങ് മാങ്ക ഇൻ ടു എ മെയിൻ സ്ട്രീം ഫിനോമിനൻ. നേരത്തെ പറഞ്ഞ അതിൻ്റെ ആൻസറിനകത്ത് ഇസെക്കൈസ് വരുന്നുണ്ട്. എന്താണ് ഇസെക്കൈ എന്നുള്ളത് ഒരു 1 വേർഡായിട്ടോ 2 മാർക്കിനോ ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവേ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് മാങ്ക വിത്ത് ട്രഡീഷണൽ വെസ്റ്റേൺ കോമിക്സ് ഇൻ ടേംസ് ഓഫ് ഫോർമാറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് റീഡർ എൻഗേജ്മെൻറ്റ്. അനലൈസ് ഹൗ ഗ്ലോബൽ കോമിക് ഇൻഡസ്ട്രി ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി റൈസ് ഓഫ് മാങ്ക. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുക. ഇനി മേ ബി ക്രിയേറ്റ് സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രിയേറ്റ് സ്റ്റോറി ലൈൻ ഫോർ എ മാങ്ക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു തീം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കഥയായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഒന്നും കൂടി കേട്ട് നോക്കുക, നല്ല എളുപ്പമാണ് ആർട്ടിക്കിൾ. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. പറഞ്ഞിരുന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സാംസ് എടുക്കുന്നതുകൊണ്ട് ഒന്ന് റഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയത്തില്ല. ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ഇട്ട് ചോദിക്കുക. ഐ വിൽ റിപ്ലൈ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.